ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ള കോഴ്സ് യോഗ ആൻഡ് മെഡിറ്റേഷനും TV ന്യൂസ് റീഡിംഗ് ആൻഡ് കോമ്പിയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പഞ്ചകർമ്മ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഇൻ ഫങ്ഷൻ ഇംഗ്ലീഷ് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കോഴ്സുകളെല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോഴ്സിൻ്റെ എല്ലാം ഫീസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ കാലാവധികളും കുറിച്ച് ഇതിൻ്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ നമ്മുടെ പ്രേക്ഷകർ എവിടെയാണ് ഇതിനെ സമീപിക്കേണ്ടത്, എവിടെയാണ് ആപ്ലിക്കേഷൻ ഇടേണ്ടത്, യൂണിവേഴ്സിറ്റിയെ സമീപിക്കണം, അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഒന്ന് വ്യക്തമാക്കാം. ഈ കോഴ്സ് സർവകലാശാല വാർത്തകളിലാണ് വരിക. ഓക്കെ, കേരള യൂണിവേഴ്സിറ്റിയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ വഴി എല്ലാ പത്രങ്ങളിലും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അത് സർവകലാശാല വാർത്തകളുടെ കീഴിലാണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ വില 100 രൂപയാണ്. ഓക്കെ, അത് 110 രൂപയുടെ DDO അല്ലെങ്കിൽ കേരള സർവകലാശാലയുടെ ബ്രാഞ്ചിൽ 100 രൂപ അടച്ചോ ഈ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ അതിന് പ്രത്യേകം ആപ്ലിക്കേഷൻ ഫോമുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ബേസിക് ക്വാളിഫിക്കേഷൻ്റെ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ സാർ, അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഏതെല്ലാം ഈ അഫിലിയേറ്റഡ് കോളേജുകളിൽ നമുക്ക് ഈ കോഴ്സുകളെല്ലാം ലഭ്യമാകുന്നുണ്ടെന്ന് പറഞ്ഞത്, അപ്പോൾ ഏതെല്ലാം കോഴ്സുകളാണ് അവിടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നവരാണ്, അവിടുത്തെ ഒരു ഫാക്കൽറ്റി, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. കേരള സർവകലാശാലയുടെ എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലും ഈ കോഴ്സ് നടത്താവുന്നതാണ്. ഓക്കെ, തുടർ വിദ്യാഭ്യാസ കോഴ്സുകൾ എല്ലാ അഫിലിയേറ്റഡ് കോളേജുകളിലും നടത്താം. പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ ഒരു അഡ്വൈസറി കമ്മിറ്റി കോളേജ് തലത്തിലുണ്ടായിരിക്കും. അതിന് കോളേജിലെ ഒരു അധ്യാപകൻ അതിൻ്റെ കോർഡിനേറ്റർ ആയിരിക്കും. ഈ കോഴ്സുകൾ രാവിലെ വൈകുന്നേരം അവധി ദിവസങ്ങളിൽ ഒക്കെ കോളേജുകളിൽ നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ കേരള സർവകലാശാലയിൽ ഇന്നിപ്പം തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം ഗവൺമെൻറ് കോളേജിൽ ഈ കോഴ്സ് നടക്കുന്നുണ്ട്. ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജുണ്ട്, കൊല്ലം TKM കോളേജുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജുണ്ട്, വിമൻസ് കോളേജുണ്ട്. അങ്ങനെ മിക്കവാറും കോളേജുകളിലെല്ലാം ഈ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ കോഴ്സസ് നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതുപോലെയുള്ള തുടർ വിദ്യാഭ്യാസ കോഴ്സുകളെല്ലാം നമുക്ക് നൽകുക വഴി അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ, കാസിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളൊന്ന് വ്യക്തമാക്കാം. കേരള സർവകലാശാലയുടെ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ കോഴ്സസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സർവകലാശാലകളുടെ പ്രവർത്തനം സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ സർവകലാശാലയിലെ അധ്യാപകരെ സമൂഹത്തിൻ്റെ പുരോഗതിയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കോഴ്സിൻ്റെ. തീർച്ചയായിട്ടും. അതിനോടൊപ്പം തന്നെ ഈ ഒരു തൊഴിൽ പരിശീലനം ലഭിക്കുന്നതിലൂടെ അവരുടെ തൊഴിൽ കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിലെ ഒരു SLCയോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ തൊഴിൽ സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അവരുടെ റെഗുലർ കോഴ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂ എഡ്യൂക്കേഷൻ കോഴ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ എംപ്ലോയ്മെൻറ്റ് സാധ്യത വർദ്ധിക്കുന്നു. അതിനോടൊപ്പം അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും ഈ കോഴ്സുകൾ സഹായിക്കും. ഓക്കെ സാർ, അത് നമുക്ക് അതിലേക്ക് ഒരു കോളുണ്ട്. ഹലോ ഹലോ, വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം സാർ. ആരാണ്? ഹലോ 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 ഓക്കെ, കോൾ കട്ടായി പോയിട്ടുണ്ട് സാർ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തുടർ വിദ്യാഭ്യാസ പരിപാടിയിൽ നമുക്ക് എത്രത്തോളം അതിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നു. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ട്, കൂടുതൽ ലഭിക്കുന്നു. പിന്നെ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ തൊഴിൽ കൂടുതൽ പ്രാഗൽഭ്യം നേടാൻ, കൂടുതൽ കഴിവുകളും അറിവുകളും നേടാൻ ഈ കോഴ്സുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം യൂണിവേഴ്സിറ്റി നമുക്ക് അനൗൺസ് ചെയ്ത വിവിധതരം കോഴ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെല്ലാമാണ് നമുക്ക് ഈ കോഴ്സുകളിൽ പ്രധാനമായിട്ടും ചേരാൻ സാധിക്കുക, അതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ റെഗുലർ കോഴ്സുകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനായാലും കണ്ടിന്യൂ എഡ്യൂക്കേഷനിലായാലും അവർക്ക് ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കുമോ, അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഈ കോഴ്സിന് യാതൊരു ഏജ് റെസ്ട്രിക്ഷൻസും ഇല്ല. കണ്ടിന്യൂ എഡ്യൂക്കേഷൻ കോഴ്സ് ചേരുന്നതിന് വേണ്ടി യാതൊരു ഏജ് റെസ്ട്രിക്ഷൻ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ കോഴ്സിൻ്റെ ക്ലാസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 17 വയസ്സ് മുതൽ 80 വയസ്സിന് മുകളിൽ വരെ ആൾക്കാർ വരെ ഒരേ ക്ലാസ്സിൽ തന്നെ കാണും. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനോടൊപ്പം തന്നെ ഒരു കോഴ്സിൽ ചേരുന്ന ഇപ്പം ഹസ്ബൻഡ് ചേരുകയാണെങ്കിൽ വൈഫിനെയും കൂടി ആ കോഴ്സിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഓക്കെ, അപ്പോൾ അവർ രണ്ടുപേരും പഠിച്ചു കഴിയുമ്പോൾ അവരുടെ കുട്ടികളെ തന്നെ കോഴ്സിൽ ചേരുക. അപ്പം പല തലമുറകളെ നമുക്ക് ഒരേ ക്ലാസ്സിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഒരു കോഴ്സിൽ ചേരുന്നവർ തന്നെ അടുത്ത 2-3 കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നതായിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ യോഗ കോഴ്സ് ചേരുന്ന ഒരാൾ അത് കഴിയുമ്പോഴേ കൗൺസിലിങ്ങിൻ്റെ കോഴ്സിൽ ചേരുന്നു, അത് കഴിയുമ്പോൾ പഞ്ചകർമ്മയുടെ കോഴ്സിൽ ചേരുന്നു. അപ്പോൾ അവരൊരു ആവേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കോഴ്സുകളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ പ്രതികരണമാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ മറ്റൊരു കോളുണ്ട്. ഹലോ ഹലോ, വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം സാർ. ആരാണ്?
ഹലോ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയാണ്. പേരൊന്ന് പറയാം സർ. വിഷ്ണു. വിഷ്ണു, സംസാരിച്ചോളൂ. ചോദിക്കുക, എന്താണ് അറിയേണ്ടത്? ഹലോ. ഹലോ, സംസാരിച്ചോളൂ വിഷ്ണു. ഹലോ, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ ബികോം കോഴ്സ് കഴിഞ്ഞു. ആ, അടുത്ത് ഭാരതിയാറിന്റെ MBA കോഴ്സ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ. ഈ ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് വാല്യൂ ഉണ്ടോന്നു? ഭാരതിയാർ യൂണിവേഴ്സിറ്റി നമ്മുടെ റെഗുലറായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. ആ കോഴ്സിന് ഭാരതിയാർ യൂണിവേഴ്സിറ്റി നടത്തുന്ന കോഴ്സുകൾക്ക് വാല്യൂ ഉണ്ട്. ഇത് ഡിസ്റ്റന്റ് പ്രോഗ്രാമാണ്, ഡിസ്റ്റന്റ് MBA പ്രോഗ്രാം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ തന്നെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിനെല്ലാം വാലിഡിറ്റി ഉള്ളതാണ്. ഓക്കെ 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 വിഷ്ണു, വിളിച്ചാൽ ഒരുപാട് നന്ദി സാർ. നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. വീട്ടുവിശേഷത്തിൽ മറ്റൊരു ഇടവേള. തിങ്കൾ മുതൽ വെള്ളി വരെ ദൂരദർശൻ ഭൂതല ചാനലിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് റിഥം ഓഫ് കുക്കറി, കുക്കറി ഷോ. പുനഃസംപ്രേഷണം ഉപഗ്രഹ ചാനലിൽ രാത്രി 10:30. റിഥം ഓഫ് കുക്കറി, കുക്കറി ഷോ. വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കേരള സർവകലാശാലയുടെ തുടർ വിദ്യാഭ്യാസ കോഴ്സുകളെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സെൻറ്റർ ഫോർ അഡൽട്ട് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പി ഗോപിനാഥൻ പിള്ള സാറാണ്. സാർ, നമ്മൾ കാസിയുടെ വിവിധതരം കോഴ്സുകളിലേക്ക് കടന്നു വരാൻ ആർക്കെല്ലാം സാധിക്കും, അതുപോലെ തന്നെ റെഗുലർ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിലേക്ക് പങ്കെടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കോഴ്സുകളെല്ലാം, കാസിയുടെ തുടർ വിദ്യാഭ്യാസ കോഴ്സുകളെല്ലാം 21-ാം നൂറ്റാണ്ടിലെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസാണ്. ഓക്കെ. അപ്പോൾ ഇതിന് യാതൊരു പ്രായഭേദവും ഇല്ല. ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. കാരണം ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ബേസിക്കായിട്ട് കൂടുതൽ കാര്യങ്ങൾ തിയറിയൊക്കെ പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സുകളിൽ ചേരാം, റെഗുലർ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സിൽ ചേരാം, ജോലി ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ കോഴ്സുകളിൽ ചേരാം, റിട്ടയർ ചെയ്തവർക്ക് ഈ കോഴ്സുകളിൽ ചേരാം. അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കും ചേരാവുന്ന തരത്തിലാണ് ഈ കോഴ്സുകളും ഇതിൻ്റെ ക്ലാസ്സുകളും ക്ലാസ് ടൈമുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതിൻ്റെ ഒരു ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ കൂടെ ഒന്ന് പരാമർശിക്കാം. അപ്പോൾ ഈ ഓരോ മേഖലയിലുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അപ്പം അപ്പോൾ ലൈബ്രറി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ലൈബ്രറിയന്മാർ, അതുകൊണ്ട് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ലൈബ്രറിയന്മാർ, അതുകൊണ്ട് ലൈബ്രറി സയൻസ് ഫാക്കൽറ്റി ആയിട്ടിരുന്നുള്ളവർ, അങ്ങനെയുള്ളവരാണ് സർവകലാശാല തലത്തിൽ പഠിപ്പിച്ച അധ്യാപകരാണ് സർട്ടിഫിക്കറ്റ് കോഴ്സിലും പഠിക്കുന്നത്. ഓക്കെ. അപ്പം മറ്റേതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സിനേക്കാളും വാലിഡിറ്റി ഈ കോഴ്സിനുണ്ട്. ഓക്കെ സാർ, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. മറ്റൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എറണാകുളത്ത് നിന്ന് വിളിക്കുവാണ്. എൻ്റെ പേര് രമ്യ എന്നാ. ഓക്കെ രമ്യ, ചോദിച്ചോളൂ. ഞാൻ BAMS കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് ആണ്. അപ്പം എനിക്ക് എന്ത് കോഴ്സാ ചെയ്യാൻ പറ്റിയതിൻ്റെ കാലയളവും? BAMS കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കോഴ്സാണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ. ഒരുപക്ഷെ രമ്യക്ക് അറിയാമായിരിക്കും, യോഗ ആൻഡ് മെഡിറ്റേഷൻ BAMS കഴിഞ്ഞ ധാരാളം ആളുകൾ യോഗ ആൻഡ് മെഡിറ്റേഷൻ കോഴ്സിൽ ചേരുന്നുണ്ട്. ഏത് കോളേജിലായിരിക്കും ഉള്ളത്? എവിടെയാണ് വീട്? എൻ്റെ വീട് എറണാകുളമാണ്. എറണാകുളമാണ്. അപ്പോൾ എറണാകുളത്ത് നമുക്ക് കോഴ്സില്ല. കേരള സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലും നമ്മുടെ യൂണിവേഴ്സിറ്റി സെൻറ്ററിലുമാണ് ഈ കോഴ്സുകളുള്ളത്. കൊല്ലം അടൂർ ഏരിയയിലുണ്ടാവും. കൊല്ലത്തുണ്ട്. കൊല്ലം TKM ആർട്സ് കോളേജിൽ ഈ കോഴ്സ് ഉണ്ട്. ഓക്കെ. ഓക്കെ, മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല, താങ്ക് യു. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് നന്ദി സാർ. അപ്പോൾ നമ്മുടെ കോഴ്സുകളുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആർക്കെല്ലാമാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അതെ. ഇപ്പോൾ ലൈബ്രറി സയൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ ഇപ്പോൾ TV ന്യൂസ് റീഡിംഗ് ആൻഡ് കോമ്പിയറിംഗ്, ഇപ്പോൾ എല്ലാ വിവിധ ചാനലുകളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസ് ആണ് അതിൻ്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. പ്രത്യേകിച്ച് ക്യാമറയൊക്കെ ഉപയോഗിക്കാനും അതിന് വേണ്ട എല്ലാ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും
കേരള സർവകലാശാലയുടെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപക ഇതിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിലെ മുൻ പ്രൊഫസർ ആൻഡ് ഹെഡ് ആയിരുന്ന മിസ്റ്റർ വിജയകുമാറാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തതും അദ്ദേഹമാണ് അതിൻ്റെ ക്ലാസ്സുകൾ നയിക്കുന്നതും. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഓരോ രംഗത്തെയും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് സർവകലാശാല അധ്യാപകരും അതാത് രംഗത്തെ പ്രൊഫഷണൽസുമാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ സാർ, അതുപോലെ തന്നെ റെഗുലർ കോഴ്സുകൾ നമുക്ക് പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്പ് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ അതേപോലെ പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്പ് ലഭിക്കാറുണ്ടോ? അതെ, സിലബസിൻ്റെ ഭാഗമായിട്ട് മിക്ക കോഴ്സുകളിലും പ്രാക്ടിക്കലും ഇന്റേൺഷിപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കോഴ്സുകളെല്ലാം തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും നല്ല പ്രാക്ടിക്കൽസും ഇന്റേൺഷിപ്പും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സയൻസ് ലാബ് അസിസ്റ്റൻഷിപ്പിൻ്റെ കോഴ്സ്, അപ്പോൾ അവരെ ലാബിൽ തന്നെ വെച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോഴ്സ് ഞങ്ങൾ നടത്തിയപ്പോൾ മോഡൽ ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ലാബിൽ വെച്ച് തന്നെയാണ് ഈ കോഴ്സ് നടത്തിയത്. ഓക്കെ, അതുപോലെ TV ന്യൂസ് റീഡിങ്ങിന് പഠിക്കുന്ന കുട്ടികളെ വിവിധ ചാനലുകളിൽ ഇൻറ്റേൺഷിപ്പിന് വിടാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് RCCയിലും ശ്രീചിത്രയിലും ജനറൽ ഹോസ്പിറ്റലും അങ്ങനെയുള്ളിടത്ത് അവർക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഏതൊരു കോഴ്സിൽ ചേർന്നാലും അവർക്ക് തീർച്ചയായിട്ടും ഇൻറ്റേൺഷിപ്പ്. അതുകൊണ്ടൊക്കെ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുന്നവർക്ക് കൗൺസിലിംഗ് സെൻറ്റേഴ്സിലും ഹോസ്പിറ്റൽസിലും അതുകൊണ്ടൊക്കെ മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഇൻറ്റേൺഷിപ്പ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് നമ്മുടെ ഈ കോഴ്സിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനോടൊപ്പം തന്നെ പ്രീ പ്രൈമറി കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ 6 മാസം സ്കൂളിൽ പഠിപ്പിച്ച് അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കടന്നു വരാം. ഹലോ ഹലോ ഹലോ, വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. സാർ ആരാണ്? ഗുഡ് ഈവനിങ്. ഞാൻ വെങ്ങാനൂരിൽ നിന്ന് വിളിക്കുക. ഓക്കെ സാർ, സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് വിനു. എനിക്ക് 2 കാര്യങ്ങൾ അറിയേണ്ടത്. ഓക്കെ, ഒന്ന് സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ അവര് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ടല്ലോ, അത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇക്വലന്റ് ആണോ? അവര് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ? അപ്പം നമ്മുടെ സബ്ജക്റ്റ് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ ആണ്. എന്തായാലും ഇതിന്റെ റെക്കഗ്നേഷൻ അറിയണമെങ്കിൽ നമ്മുടെ സർവകലാശാലയിൽ ഒരു സെക്ഷൻ ഉണ്ട്. ഈ റെക്കഗ്നേഷനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട്. പിന്നെ നേരിട്ട് അവിടെ പോയി ഈ സർട്ടിഫിക്കറ്റുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർ അത് എക്സാമിൻ ചെയ്തിട്ട് തീർച്ചയായിട്ടും വിനുവിന് വേണ്ട ഇൻഫർമേഷൻ തരും. ഓക്കെ. രണ്ടാമത്തെ കാര്യം സാർ ഈ തുടർ വിദ്യാഭ്യാസം പറഞ്ഞല്ലോ. അതെ, ഇതെല്ലാം ഒരു പ്രൊഫഷണൽ ടച്ച് ഉള്ള ഒരു കോഴ്സ് അല്ലേ? അതെ. അപ്പൊ ഇതിന് AICTEയുടെ അപ്രൂവലിന്റെ ഒന്നും ആവശ്യമില്ല? ഇതിന് കേരള സർവകലാശാലയുടെ കോഴ്സ് അല്ലേ, അതിന് മറ്റ് അപ്രൂവൽ എന്താണ്? കേരള സർവകലാശാലയുടെ കോഴ്സുകളാണ് മറ്റ് ഏജൻസികളെല്ലാം അംഗീകരിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ ഈ ചോദിക്കുന്ന ഈ പത്രത്തിൽ നിരന്തരം കാണാം. കാരണം ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ബിടെക് അങ്ങനെ പറഞ്ഞിട്ട്, കാരണം ഈ ബിടെക് ഒക്കെ AICTE അപ്രൂവൽ ഉള്ളത് മാത്രമല്ലേ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൂ? അത് ബിടെക്കിനും അങ്ങനെയുള്ളതിനൊക്കെയാണ് അത്തരത്തിലുള്ള അപ്രൂവൽ ആവശ്യമായിട്ടുള്ളത്. അല്ല സാർ, അതിനെപ്പറ്റി ഒരു കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ കള്ളനാണയങ്ങളെയും കൂടെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും. അതെ അതെ, അത് അങ്ങനെയുള്ള ധാരാളം കോഴ്സുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് ഇല്ലായ്മ ചെയ്യാൻ കൂടിയാണ് സർവകലാശാല ഇത്തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നത്. ഓക്കെ സാർ, അതുപോലെ ഈ മെഡിറ്റേഷനും ഇതൊക്കെ ഇപ്പൊ ഇത് ഒരു 6 months കൊണ്ട് നമുക്കത് സ്വായത്തമാക്കാൻ പറ്റുമോ? കാരണം ഇതൊക്കെ മെഡിറ്റേഷൻ, യോഗ ആൻഡ് മെഡിറ്റേഷൻ 3 മാസത്തെ കോഴ്സാണ്. ആ കോഴ്സ് പഠിച്ചിരിക്കുന്ന ആൾക്കാര് നിങ്ങളുടെ അടുത്ത് തന്നെ നമ്മുടെ റിസോർട്ടുകളിലെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. 25,000 രൂപ വരെ ശമ്പളം കിട്ടുന്ന ആൾക്കാരുണ്ട് ഈ കോഴ്സ് പഠിച്ചിട്ട്. ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഈ ജ്യോതിഷത്തെ പറ്റിയും മറ്റും ഇപ്പൊ ഈ നിലവിലുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള പല ആൾക്കാരും അത് ഒരു നല്ല ഇതല്ല എന്ന മട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അവര് വർഷങ്ങളായിട്ട് നേടിയിട്ടുള്ള കാര്യങ്ങൾ 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവരുടെ ചോദ്യം. ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയല്ല, ഇതിന് ക്ലാസ്സുകളുണ്ട്, റെഗുലറായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഇത് അവധി ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിരിക്കും ഇതിന്റെ ക്ലാസ്സുകളിൽ നിന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, വിനു വിളിച്ചതിൽ ഒരുപാട് നന്ദി. അപ്പോൾ സാർ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാസിയുടെ വിവിധതരം കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. കോഴ്സിൻ്റെ ഫീസിൻ്റെ സ്ട്രക്ചേഴ്സിൻ്റെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ സാർ ഈ ഒരു രംഗത്ത് എന്ന് പറഞ്ഞാൽ സാറ് ഏകദേശം 33 വർഷമായി ഈ രംഗത്ത്, ഈ സെൻറ്റർ തുടങ്ങിയിട്ട് 33 വർഷമായിട്ടുണ്ട്. അപ്പം ഇതുവരെയുള്ള ഒരു പരിചയ സമ്പത്ത് വെച്ചിട്ട് സാറിന് ഈ നമ്മുടെ കേരള സമൂഹം ഇന്ന് തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിൻ്റെ കോഴ്സുകളെ എങ്ങനെയാണ് സമീപിക്കുന്നത്, അവരുടെ ഒരു പ്രതികരണം അത് എങ്ങനെയാണെന്ന് പറയാം. ഈ കോഴ്സ് അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു കോഴ്സാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരാൾ വന്ന് ചേർന്ന് കഴിയുമ്പോഴേ അവരവരുടെ ഫാമിലി മുഴുവനും ഈ കോഴ്സിലേക്ക് കൊണ്ടുവരികയാണ്. അത് തന്നെ നമ്മൾ കാണിക്കുന്ന ഈ കോഴ്സിനോടുള്ള ഒരു വലിയ ഒരു ആവേശമാണ് ഇത് കാണിക്കുന്നത്. ഇത് അവർക്ക് വേണ്ട കോഴ്സ് അന്ന് വളരെ ഷോർട്ട് പീരീഡാണ്. നമ്മൾ 2 വർഷം 4 വർഷമൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് നമുക്കെല്ലാം ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളൊന്നും പഠിക്കാൻ ആളുകൾ കിട്ടത്തില്ല. ഇപ്പോൾ വളരെ ഷോർട്ട് പീരീഡിൽ അവർക്ക് നല്ല പ്രോഗ്രാംസുകൾ കിട്ടുമ്പോഴേ ആളുകളെല്ലാം ഈ കോഴ്സിലേക്ക് വളരെയേറെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
അപ്പോൾ അതേപോലെ ഒരു കുടുംബത്തിൽ ഇപ്പോൾ യോഗ പഠിക്കാൻ ഒരാൾ വന്നു, ഇപ്പം പോത്തങ്കോട് നിന്നൊരു പ്രിൻസിപ്പൽ സലീം, ഒരു സ്കൂൾ പ്രിൻസിപ്പൽ സലീം വന്ന് ചേർന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവനും ഇപ്പോൾ ഈ കോഴ്സിൽ പഠിക്കുകയാണ്. അതേപോലെ എത്രയെത്ര ഇൻസിഡൻസ് വേണമെങ്കിലും കഴിയും, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ അത് സമൂഹം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് ഇത്. സർവകലാശാലയിൽ ഒരു പ്രത്യേക സ്ട്രീമായിട്ട് ഇപ്പോൾ റെഗുലർ കോഴ്സ് നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടക്കുന്നത് പോലെ ഒരു പ്രത്യേക സ്ട്രീമായിട്ട് മാറ്റി എടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഓക്കെ സാർ, അപ്പോൾ ഇതുവരെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു നിയമപരമായ യാതൊരു വിലക്കുകളും ഇല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏവർക്കും വിദ്യ പകർന്നു നൽകുക, അതുവഴി സമഗ്രമായ ഒരു മാനവശേഷി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അവ എന്തെല്ലാമാണ്? അതിൻ്റെ വിശദാംശങ്ങളിൽ കടന്നുന്നതിന് മുമ്പായി നമുക്കൊരു കോളുണ്ട്. ഹലോ 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 വീട് വിശേഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, എൻ്റെ പേര് അക്ഷയ്. അക്ഷയ്, എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ ഹലോ, പറഞ്ഞോളൂ. തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ അക്ഷയ്, എന്താണ് സംശയം? ചോദിച്ചോളൂ. സാർ, ഞാൻ ഇപ്പൊ +2 പഠിക്കുകയാണ്. കോഴ്സിൽ പോകാനാണ് ആവശ്യം. ക്ലിയർ ആവുന്നില്ലല്ലോ അക്ഷയ്. അക്ഷയ്, ആ ടി-വിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ചോദിക്കാമോ? ഹലോ, ചോദിക്കൂ. ഹലോ സാർ, ഹലോ, +2 പഠിക്കുകയാണ്. എനിക്കിപ്പോ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സിന് പോകാൻ ആഗ്രഹം. ഇത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് അപ്പൊ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. BSc ആ കോഴ്സ് ഒന്നുകൂടെ വ്യക്തമാക്കാവോ? BSc നോട്ടിക്കൽ സയൻസ്. അത് ഇവിടെ ഈ നോട്ടിക്കൽ സയൻസ് കോഴ്സ് കേരള സർവകലാശാലയിൽ ഇല്ല, നമ്മുടെ തുടർ വിദ്യാഭ്യാസത്തിലും ഇല്ല. നമ്മുടെ ഇവിടെ ഈ നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് ഇല്ല. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വിശദവിവരങ്ങൾ അറിയാം. ഓക്കെ അക്ഷയ്, വിളിച്ചതിൽ ഒരുപാട് നന്ദി. അപ്പോൾ സാർ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ സർവകലാശാലയിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സമൂഹത്തിലേക്ക് നയിക്കുവാനും അവരെ സമൂഹ പുരോഗതിയിൽ പങ്കാളികളാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു നേട്ടമെന്ന് പറയുന്നത്. പിന്നെ കേരള സർവകലാശാല നടത്തിയിട്ടുള്ള ഏതാണ്ട് 4148 ജനബോധന കേന്ദ്രങ്ങളിലൂടെ ഏതാണ്ട് 60,250 നിരക്ഷര സാക്ഷരാക്കാനും ഈ സാക്ഷരായവർക്കെല്ലാം കേരള സർവകലാശാല അതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. സാക്ഷരതാ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. അപ്പോൾ സർവകലാശാലയിൽ നിന്ന് തന്നെ അവർക്കൊരു സാക്ഷരതാ സർട്ടിഫിക്കറ്റ് കിട്ടി. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ പ്രയോജനമുണ്ട്. പല ജോലിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാക്ഷരരാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പലർക്കും ജോലിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് നമ്മൾ കാണുന്നു. അതിനോടൊപ്പം തന്നെ കേരള സർവകലാശാലയുടെ കീഴിലുള്ള തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ബേസിക്കായിട്ട് വേണ്ട തുടർ വിദ്യാഭ്യാസ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റി തലത്തിൽ ധാരാളം തൊഴിൽ പരിശീലന പരിപാടികൾ, ജനസംഖ്യ അവയർനെസ്സിന് വേണ്ടിയുള്ള പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ ക്ലബ്ബുകൾ, ഇതെല്ലാം കേരള സർവകലാശാല ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ടായി. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് 52ഓളം ജനശിക്ഷണ നിലയങ്ങൾ ഈ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു അഡൽട്ട് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിൽ ഒരു കോഴ്സ് ആരംഭിക്കുകയുണ്ടായി. പോസ്റ്റ് മാസ്റ്റേഴ്സ് ഡിപ്ലോമ ഇൻ അഡൽട്ട് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അത് ആദ്യമായിട്ട് ആരംഭിച്ചത് കേരള സർവകലാശാലയിലാണ്. പിന്നെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് കേരള സർവകലാശാലയെ പോസ്റ്റ് ലിറ്ററസി കണ്ടിന്യൂ എഡ്യൂക്കേഷൻ JSS ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഏജൻസിയായിട്ട് അംഗീകരിക്കുകയുണ്ടായി. UGC തന്നെ കേരള സർവകലാശാല തുടർ വിദ്യാഭ്യാസ സേവന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇതിനെ ഒരു നോഡൽ ഏജൻസിയായിട്ട് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. ഇതും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. പിന്നെ 2005 ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഡൽട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കേരള സർവകലാശാലയുടെ സെൻറ്ററിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ 2002 മുതൽ 2005 വരെയുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ UGCയും NLMഉം നേരിട്ട് വിലയിരുത്തി. ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും സന്ദർശിച്ച് വിലയിരുത്തി കേരള സർവകലാശാലയെ യുനെസ്കോ NLM അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അതിനോടൊപ്പം തന്നെ കേരള സർവകലാശാലയിലെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരുടെ കീഴിൽ ഏതാണ്ട് 30ഓളം വിദ്യാർത്ഥികൾക്ക് PhD അവാർഡ് ചെയ്തിട്ടുണ്ട്. അഡൽട്ട് എഡ്യൂക്കേഷനിലും മറ്റ് സബ്ജക്റ്റ് എഡ്യൂക്കേഷനിലും ഒക്കെ ആയിട്ട് 30ഓളം പേർക്ക് PhD അവാർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകർ തന്നെ ഏതാണ്ട് 15ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ തന്നെ. സർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് വീട്ടുവിശേഷത്തിൽ നാം ചർച്ച ചെയ്തത് കേരള സർവകലാശാലയുടെ തുടർ വിദ്യാഭ്യാസ കോഴ്സുകളെക്കുറിച്ചാണ്. കോഴ്സുകളെക്കുറിച്ചിട്ടും അതിൻ്റെ പ്രധാന വിവരങ്ങളെല്ലാം നമുക്ക് നൽകിയത് സെൻറ്റർ ഫോർ അഡൾട്ട് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ, കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഡോക്ടർ പി ഗോപിനാഥൻ പിള്ള സാറാണ്. അദ്ദേഹത്തിൻ്റെ സെൻറ്ററിനും എല്ലാ ഭാവി എന്താ പറയുക, നമുക്ക് എല്ലാ നന്മകളും നമുക്ക് ഈ അവസരത്തിൽ നേരാം. ദൂരദർശന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. സർ, നമസ്കാരം. വീട്ടുവിശേഷത്തിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.